സെമി ഫൈനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ SP വെങ്കടേഷ് സാറിന് ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ടുള്ള ഈ റൗണ്ടിനെ കുറിച്ച് ബിനി ചേച്ചി എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. കാരണം ടോപ്പ് സിംഗറിലൊക്കെ ഇരുന്നപ്പോൾ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം മലയാളി അല്ലെങ്കിലും മലയാള തനിമ ആ നേറ്റീവ് വിടാതെ അദ്ദേഹം പല പാട്ടുകളും അദ്ദേഹം ചെയ്തത് കേട്ടിട്ടുണ്ട്. വളരെ മനോഹരങ്ങളായ പല പാട്ടുകളും. അപ്പോഴൊക്കെ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരേ ഒരു ഡിവോഷണൽ പാട്ട്, ഇത് ഡിവോഷണൽ ആയിരുന്നോ ഫിലിമാണോന്ന് ഇപ്പോൾ ഓർമ്മയില്ല, ചെന്നൈയിൽ പാടിയിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത്രയും വലിയ ഒരു ലെജൻഡ് ആയിരുന്നിട്ടും അദ്ദേഹം വളരെ സ്വീറ്റായിട്ട് വളരെ വിനയമായിട്ട് എത്ര ഇതായിട്ടാണ് പെരുമാറുന്നതും ഇടപഴകുന്നതും എല്ലാം. അപ്പൊ എന്താണേലും അദ്ദേഹത്തിന്റെ ആത്മാവിന് മുമ്പിൽ എന്റെ പ്രണാമം. ഔസേപ്പച്ചൻ സാർ, SP വെങ്കടേഷും ഞാനും വളരെ അടുത്ത പരിചയമുള്ള വ്യക്തികളാണ്. ഞങ്ങൾ ചെന്നൈയിൽ ഒരുമിച്ചാണ്. ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ പ്രായക്കാരാണെങ്കിലും എന്നേക്കാളൊക്കെ വളരെ മുമ്പ് ചെറുപ്പത്തിലെ അദ്ദേഹം മ്യൂസിക് ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അന്ന് പുള്ളി ഒരു ട്രൗസർ ഇട്ടിട്ട് ആണ് ഒരു ഗിറ്റാറും പിടിച്ചിട്ട് റെക്കോർഡിങ്ങിന് വരാറെന്ന് പറയാറുണ്ട്. വളരെ ചെറുപ്പത്തിൽ സ്കൂൾ കുട്ടിയായിരിക്കുമ്പോൾ നന്നായിട്ട് ഗിറ്റാർ വായിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് മാൻഡിലിനാണ്. മാൻഡിലിൻ അയാൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ 1 മാൻഡിലിൻ പ്ലെയറാണ് SP വെങ്കടേഷ്. പക്ഷെ അദ്ദേഹം പിന്നെ അതിൽ ഒരുപാടൊന്നും മേലോട്ട് പോയില്ല. കാരണം പുതിയ അറിവാട്ടോ, എനിക്കറിയില്ലായിരുന്നു. മാൻഡിലിൻ അപാരം, മാൻഡിലിൻ ബാൻജോ രണ്ടും ആ സ്പീഡൊന്നും മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അന്ന് കാലത്ത്. അപ്പൊ അദ്ദേഹം പക്ഷെ പിന്നീട് അതിലൊന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അതിനുള്ളിലെ അദ്ദേഹം ചെറുപ്പത്തിലെ മ്യൂസിക് ഡയറക്ടർ അല്ല, അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടർ. അവിടെ വിജയഭാസ്കർ എന്ന് പറഞ്ഞിട്ട് കന്നഡ, അങ്ങനെ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവർക്കെല്ലാം അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് മ്യൂസിക് ഡയറക്ടേഴ്സ് പാട്ട് ചെയ്ത് കൊടുക്കും, പിന്നെ അങ്ങോട്ട് ഏൽപ്പിക്കുക എന്ന് പറയുന്ന പോലെ ആ പണിയാണ് അദ്ദേഹം ചെയ്തു തുടങ്ങിയത് എത്ര ചെറുപ്പത്തിൽ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സിനിമാ മ്യൂസിക്കുമായിട്ട് ഭയങ്കര നോളജാണ്, എക്സ്പീരിയൻസ് നോളജ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റൗണ്ട് മുൻപേ നിശ്ചയിച്ചതാണ്. അത് ഇന്നിപ്പോൾ ഇവിടെ നമ്മളുടെ സമയം ഇപ്പോഴാണത്. പക്ഷേ അദ്ദേഹം ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് എല്ലാ പ്രാർത്ഥനകളും. ഞാനിനിയിപ്പോൾ ചേച്ചിയും സാറും പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടുകൾ, ഒരുപാട് കൊല്ലമായിട്ട് ഞാൻ പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ സ്റ്റേജിൽ MG സാറിൻ്റെ കൂടെ പാടുന്ന മീനവേനലിൽ അദ്ദേഹം പാടുന്ന കിളികൾ പമ്പരം, ഇതൊക്കെ വെങ്കടേഷ് സാറിന്റെ പാട്ടുകളാണ്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊരു 10 പാട്ട് നമ്മുടെ ഫേവറേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഉണ്ടാവും. നമുക്കൊരു 2 വരി എന്നെ കേൾക്കാൻ പറ്റോ? ഒരു മാമ്പൂ തിരയൂ വസന്തകാല ജാലകം മനസ്സിനിയും തുറക്കൂ നീലവേനൽ രാജകോകിലി അലയോ നീ അലയോ ഒരു മാമ്പൂ തിരയോ വസന്തകാല ജാലകം മനസ്സിനിയും തുറക്കൂ. ബ്യൂട്ടിഫുൾ, ലവ്ലി സോങ്. എന്തൊരു ഫീലാണല്ലേ ആ പാട്ടിന്. മനോഹരമായ സോങ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ലൈൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അതെ, ജസ്റ്റ് 2 ലൈൻ. വാൽ കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി. ഈ പാട്ടിന്റെ പ്രത്യേകത അറിയോ? ഇതൊരു മലയാളി അല്ലാത്ത ഒരു വ്യക്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റില്ല. മലയാളത്തിന്റെ നേറ്റിവിറ്റി പല പാട്ടുകൾ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ പലപ്പോഴും കൈതപ്രത്തിനോട് പേഴ്സണലി ചോദിച്ചു, ഇത് താങ്കൾ ചെയ്ത പാട്ടാണ്? അതേപോലെ തോന്നുന്നു. അത്ര മനോഹരമായിട്ടുള്ള പാട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്.